ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന മുൻകൂർ ജാമ്യം ഒരു കാര്യം പറയുന്നു. കേരളത്തിന്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം സത്യമായതുകൊണ്ട് മാത്രമാണ്. നീ കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. മനസ്സിലായോ? ലോകത്തിലെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്കൊന്ന് പരിശോധിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു നിസ്സാരക്കാരനാണ്. ഇവനെക്കാളും വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ ആ ചവറ്റുകുട്ടയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഫിറഔനുണ്ട്, നമ്രൂദുണ്ട്, ഹാമാനുണ്ട്, കാറൂനുണ്ട്, മക്കയിലെ മുശ്രിക്കുകളുണ്ട്, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന താർത്താരികളുണ്ട്. ഇങ്ങനെ എണ്ണമറ്റ ധിക്കാരികൾ ആ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലുണ്ട്. അവയിലേക്ക് വെച്ച് നോക്കുമ്പം ബെഞ്ചമിൻ നെതന്യാഹു വെറും നിസ്സാരക്കാരനാണ്. പാവമാ, ചവിട്ടിത്തേപ്പ് തുടങ്ങി, നിന്ദ്യത തുടങ്ങി. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച നിന്ദ്യത, ബനൂ ഇസ്രായേലിന്റെ നിന്ദ്യത യാഥാർത്ഥ്യമാവുകയാണ്. وباءوا في هذا الموضع أي الذلة والمسكنة وباءوا بغضب من الله وباءوا في هذا الموضع أي